ഞാൻ അഷ്റഫ് ഗുരുവിൻ്റെ ഒരു ആരാധകനാണ്. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സുരേഷ് ഭാരതി. ശ്രീ ക്ഷേത്ര ശിവനാരായൺ സായി ദേവസ്ഥാൻ, ഷിർഡി, മഹാരാഷ്ട്ര. ഞാനാണ് അതിൻ്റെ മഠാധിപതി. ഗുരുജി, എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ പ്രയാഗ്രാജിലാണുള്ളത്, കുംഭമേളയിൽ. എന്താണ് കുംഭമേള? വാട്ട് ഈസ് ദ യൂസ് ഓഫ് കുംഭമേള ടു ദ ഹ്യൂമൻ ബീയിങ്? എന്താണ് അതിൻ്റെ തത്വം കുംഭമേളയുടെ? അത് ഭൂമിയിൽക്കുണ്ടാകുന്ന പ്രയോജനം എന്താണ്? മാനവരാശിക്കുണ്ടാകുന്ന പ്രയോജനം എന്താണ്? പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത്, ഗോഡ്സ് വിൻസ് ഓൺ ദ ഡിമോൺസ്. എന്താണ് കുംഭമേള തത്വം എന്താണ്? അത് രാക്ഷസന്മാരും അല്ല ഭഗവാന്മാരുമായിട്ടുള്ള എന്താ പാലാഴി മദനത്തിൽ നിന്ന് കിട്ടിയ അതെന്താണ് കുംഭം? അതെന്താണെന്ന് എല്ലാവർക്കും ഒന്ന് വിശദീകരിക്കണം. പിന്നെ കേട്ടിട്ടുള്ളത്, ജുപ്പിറ്റർ എന്നുള്ള ഗ്രഹം, ബൃഹസ്പതി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരാനായിട്ട് 12 വർഷം എടുക്കുന്നു എന്നുള്ളതാണ്. ആ ദിവസമാണ് നമ്മൾ കുംഭമേള ആഘോഷിക്കുന്നത്. പിന്നെ കേട്ടിട്ടുള്ളത്, സ്പ്രിങ്ങിൻ്റെ വരവ്, പൂക്കാലത്തിൻ്റെ വരവ് ആഘോഷിക്കാനായിട്ട് കുംഭമേളയുടെ സ്റ്റാർട്ടിങ് കൊണ്ട് തുടങ്ങുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ്. അപ്പോൾ താങ്കൾ എനിക്ക് വേണ്ടിയിട്ടും അങ്ങയുടെ ഭക്തർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇതൊന്ന് അതിൻ്റെ തത്വം എന്താണെന്ന് വിവരിച്ചു തരിക. ഓക്കെ. കുംഭമേള, കുംഭമേള, മഹാകുംഭമേള. കുംഭമേളയുടെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. ഇപ്പോൾ ഇത് പ്രസക്തമായൊരു ചോദ്യമാണ് സ്വാമിജി ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഭൗതികപരമായിട്ടുള്ള ഐതിഹ്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഐതിഹ്യത്തിൽ ജസ്റ്റ് ഞാൻ പറയാം. അതായത് ദുർവാസാവ് മുനി ഇന്ദ്രദേവനെ ശപിക്കുന്നു, അതായത് മാലയിട്ട് പാരിജാതം എന്ന മാല കൊടുക്കുന്നു. അതെല്ലാവർക്കും അറിയാം ഈ കഥയൊക്കെ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പാരിജാതം എന്ന മാല കൊടുക്കുന്നു ദേവലോകത്ത്. ദുർവാസാവ് മുനി ഇന്ദ്രദേവന് കൊടുക്കുന്ന മാല ഇന്ദ്രദേവൻ ഐരാവതത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ധരിക്കുന്നതിന് മുമ്പ് ഐരാവതം അതെടുത്ത് താഴെയിട്ട് ചവിട്ടി അരച്ച് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ മുനി കൊടുത്ത ഒരു മാല, അതായത് ദുർവാസാവ് മഹർഷി കൊടുത്ത ഒരു മാലയെ ഈ ഐരാവതം ചവിട്ടി അരച്ച് അതിനെ ധിക്കരിക്കുകയാണ്. അപ്പോൾ ദുർവാസാവ് മുനി ഇന്ദ്രദേവനെ ശപിക്കുന്നു. കൊടും ശാപം, ദേവലോകം മുഴുവൻ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ജരാനര ബാധിക്കുന്നു എന്നുള്ള ആ ഐതിഹ്യത്തിലേക്ക് വരാണ്. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് എത്തുന്നു. പാലാഴി മദനം ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാണ്. അപ്പോൾ പാലാഴി മദനത്തിൽ, അത് ഓഷൻ ഓഫ് മിൽക്ക്, മദനം എന്ന് പറയാൻ കടയുക. മദനം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം സമുദ്രമന്ഥൻ, പാലാഴി മദനം, കടയുക. ഒരു വസ്തുവിനെ കടഞ്ഞ് സ്പിൻ ചെയ്ത് ശുദ്ധീകരിച്ച് സൂക്ഷ്മതയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ കടയുക എന്നുള്ളതിൻ്റെ ഇവിടെ. അപ്പം ഐതിഹ്യത്തിൽ വരുമ്പോൾ പാലാഴി മദനത്തിന് ഒറ്റയ്ക്ക് സാധ്യമല്ല, അല്ലെ? ദേവന്മാർ ഒറ്റയ്ക്ക് അത് കടഞ്ഞെടുത്താൽ മാത്രമേ ആ അമൃത കുംഭം പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അമൃതം കഴിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ജരാനരയൊക്കെ മാറി അതായത് അമരരായിത്തീരും, മരണമില്ലാത്ത വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ അതിന് ഒറ്റയ്ക്ക് സാധ്യമല്ല, അതുകൊണ്ട് അസുരന്മാരും കൂടി കൂട്ടുപിടിച്ചോളൂ എന്നുള്ള രീതിയിലേക്കാണ്. അതുകൊണ്ട് വാസുകി എന്ന നാഗത്തെ ഉപയോഗിക്കുന്നു. ഞാനിത് വിശദമായിട്ട് പറയാത്തതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റാണ്. വാസുകി എന്ന നാഗത്തെ കടയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മന്ദാര പർവ്വതത്തെ വെച്ച് അതിൽ നിന്ന് ചുറ്റി റോപ്പായിട്ട് ഉപയോഗിക്കുന്നു. പാലാഴി മദനത്തിൽ കടച്ചിൽ വലിച്ചു ആ കടയിലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ ദിവ്യ വസ്തുക്കൾ വരുന്നു. കടയും തോറും ദിവ്യ വസ്തുക്കൾ പലതും വരുന്നു, പലതും പ്രത്യക്ഷപ്പെടുന്നു, അല്ലേ? സ്പിൻ ചെയ്യുന്നവരും പുതിയ വസ്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. ദിവ്യമായ പല സംഭവങ്ങളും പല വസ്തുക്കളും പല രൂപങ്ങളുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അവസാനം ധന്വന്തരി മഹർഷി അമൃത കുംഭമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അമൃത കുംഭത്തിൽ പിന്നെ ഐതിഹ്യങ്ങൾ പല രീതിയിൽ പോയിട്ടുണ്ട്. ഇന്ദ്രദേവന്റെ മകൻ എടുത്ത് അത് ഓടി 4 സ്ഥലത്ത് വീണു. അങ്ങനെ 4 സ്ഥലത്ത് കുംഭമേള, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, കേദാർനാഥ്,
ഹരിദ്വാർ, ഇങ്ങനെയൊക്കെയുള്ള ആ കൺസെപ്റ്റിലേക്ക്. പക്ഷെ അത് കൂടാതെ ഒരു ഐതിഹ്യമുണ്ട്. മഹർഷി അതെടുത്തു വെച്ച് പല സ്ഥലത്ത് ഇരുന്നതായിട്ടും പറയുന്നുണ്ട് ഐതിഹ്യത്തിൽ. ഇവിടെ ഈ മഹാകുംഭമേളയുടെ പാലാഴി മഥനം, സമുദ്രമന്ഥൻ, ഇതിൻ്റെ തത്വം എന്താണെന്ന് നമ്മൾ അറിയേണ്ടത്. ഐതിഹ്യം എല്ലാവർക്കും അറിയാം, കഥയും അറിയാം, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അവസാനം അതെടുത്ത് ഓടി അത് കുടിക്കാൻ പറ്റിയിട്ട് അങ്ങനെ കുറേ കൺസെപ്റ്റിലേക്ക്. ഇതിൻ്റെ തത്വം എന്താണെന്ന് അറിയണ്ടേ. ഈ പാലാഴി മഥനം എന്ന് ഉദ്ദേശിച്ചേക്കണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ ആ തത്വത്തിലേക്കാണ് വേണം. പ്രപഞ്ച തത്വമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് സ്വാമിജിയുടെ ചോദ്യം. അപ്പോൾ അതിലേക്കാണ് സ്വാമിജിയോട് ഞാൻ പറയുന്നത്. ആ തത്വത്തെ നിർത്തിയിട്ട് ഇതിൻ്റെ പ്രസക്തി മനസ്സിനെ കടഞ്ഞ് 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 ബോധത്തിലേക്ക് കടക്കുന്നു. മനസ്സെന്ന പാലാഴിയെ കടഞ്ഞ് കടഞ്ഞ്, അതായത് മനസ്സിനെ മഥനം ചെയ്ത് അതിനെ കടഞ്ഞ് കടഞ്ഞ്, തൈര് കടയില്ല നമ്മൾ, കടഞ്ഞ് കടഞ്ഞ് നമുക്ക് പാല് കിട്ടുന്നു. അതായത് പാല് കിട്ടുന്നു, അതിനെ കടഞ്ഞാലും പാലിനെ തൈരാക്കി മാറ്റുന്നു, എന്നിട്ട് കടഞ്ഞാലാണ് അതിനെ നെയ്യാക്കി മാറ്റാൻ പറ്റുള്ളൂ. അവിടെ വരെ കർമ്മങ്ങളാണ് കാണിച്ചേക്കണേ. അപ്പോൾ എത്ര തട്ട് കർമ്മത്തീക്കട വരുന്നപ്പോഴാണ് അത് തൈരായി മാറിയത്, എന്നിട്ടാണ് നെയ്യിലേക്ക് കിടക്കുന്നത് അല്ലേ, വെണ്ണയായി മാറുന്നത്, ശുദ്ധമായ വെണ്ണയായി മാറുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു ജീവി പാല് തരുന്നു, ആ പാലിൽ നിന്ന് വെണ്ണയാക്കി മാറ്റാൻ പെട്ട പാട് ബുദ്ധിമുട്ടല്ലേ. അതിനെയാണ് ഈ കടച്ചലിൻ്റെ ഓരോ തട്ടും കാണിച്ചേക്കണേ. അപ്പോൾ ആ വെണ്ണയിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രൂപം, ഒരു യഥാർത്ഥ സത്തയിലേക്ക് വരുന്നത്. അത് കഴിച്ചാലാണ് മനുഷ്യന് ഗുണമുള്ളൂ അല്ലേ. പാല് കുടിക്കുന്നതിലും ആ വെണ്ണ കഴിക്കുമ്പോഴാണ് അതിൻ്റെ സത്ത, ക്രീം കിട്ടുന്നത്. അപ്പോൾ അതിന് ആ ജീവിക്ക് തീറ്റ കൊടുക്കണം, ആ ജീവി പാല് തരുന്നു, ആ പാലിനെ നമ്മൾ തൈരാക്കുന്നു, തൈരിനെ കടഞ്ഞ് 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 അതിൽ നിന്നും കുറച്ച് ശുദ്ധമായ വെണ്ണ, ഗീ, അതായത് നെയ്യ് കിട്ടുന്നു. ഇത്രയും കൺസെപ്റ്റ്. അപ്പോൾ ഈ മനസ്സിനെ കടഞ്ഞ് 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 ബോധത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ മനസ്സിനെ കടയണമെങ്കിൽ എന്താണ് അവിടെ പാലാഴിയായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്? ഇവിടെ പാലാഴിയായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സാണെങ്കിൽ പോലും മനസ്സിനെ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കടയേണ്ടത് നമ്മുടെ പ്രാണനെയാണ്. പ്രാണനെ കടഞ്ഞ് കടഞ്ഞ്, അതായത് ശ്വാസത്തെ 18 മണ്ഡലങ്ങൾ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ശ്വാസത്തെ കടഞ്ഞ് 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 മനസ്സുപയോഗിച്ച്, മനസ്സാണ് ഇവിടെ റോപ്പ്, കടയേണ്ടത് ഊർജത്തെയാണ് ശരിക്കും. അതായത് മനസ്സിനെ കടഞ്ഞ് 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 അത് ബോധത്തിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ശ്വാസത്തെ കടയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നമ്മൾ ശ്വാസത്തെ മഥനം ചെയ്യുകയാണ്. ശ്വാസത്തെ, നമ്മുടെ ഉള്ളിൽ എന്താണ് പ്രസക്തി? ശ്വാസം. എല്ലാം ശ്വാസത്തിലാണ്. രണ്ടാമതൊരു പാലാഴി അതിൻ്റെ ഉള്ളിലില്ല. നമ്മുടെ ഉടലിനെ സംബന്ധിച്ചിടത്തോളം പാലാഴി എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സിനെ കടഞ്ഞ് കഴിയുമ്പോഴാണ് അമൃത കുംഭമാവുന്ന ബോധത്തിലേക്ക് കടന്നിട്ട് ആത്മാവിനെ തിരിച്ചറിയുന്നത്. പറഞ്ഞേട്ടോ, ഇവിടെ അമൃതം എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലെ ആത്മാവിനെ തിരിച്ചറിയണം. അപ്പോൾ ഈ കടന്നു വന്ന പാതകളാണ് ഓരോന്നും കാണിച്ചു തരുന്നത്. അപ്പോൾ മനസ്സിനെ കടഞ്ഞ് 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 അതിൻ്റെ 18 കവചങ്ങളും ഇല്ലാതെയാവും. സ്പിൻ ചെയ്ത്, അതായത് കടയും തോറും ചെറുതായി സ്പിന്നായി ശൂന്യമായിട്ട് തീരും, മായയായിട്ട് തീരും, ശൂന്യതയിലേക്ക് വരും. ശൂന്യതയിലേക്ക് വരുമ്പോൾ എന്ത് പ്രത്യക്ഷപ്പെടും? ആത്മാവ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൾക്കാമ്പ്, അല്ലെങ്കിൽ പ്രപഞ്ച ശൂന്യത പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ ആത്മാവിനെ കാണും. അപ്പോൾ ഈ കടയും തോറും ഈ ബ്രീത്തിനെ, ശ്വാസം എന്ന പ്രാണൻ ഒളിഞ്ഞിരിക്കുന്ന ഈ ശ്വാസത്തെ നമ്മൾ കടയാണ് നമ്മുടെ മനസ്സുപയോഗിച്ചിട്ട്. ഈ കടച്ചിൽ എന്താണ്? ധ്യാനം, മെഡിറ്റേഷൻ. പറഞ്ഞേട്ടോ. അപ്പോൾ എന്ത് മെഡിറ്റേഷന് വിധേയമായോ അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നുള്ള ആദ്യ തത്വമാണ് പാലാഴി മഥനത്തിൽ വന്നിരിക്കുന്നത്. എന്ത് മെഡിറ്റേഷന് വിധേയമായോ അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും, സ്പിന്നായിക്കൊണ്ടിരിക്കും, അവ്യക്തമായിക്കൊണ്ടിരിക്കും, ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ അതുവഴി ഓരോ കാര്യങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഒരു സൂക്ഷ്മതയിലേക്ക് കടക്കും തോറും പല ദിവ്യ വസ്തുക്കളും ദിവ്യമായ രൂപങ്ങളും ദിവ്യമായ കാര്യങ്ങളും അറിയും, കേൾക്കും, കാണും, അനുഭവിക്കും. അപ്പോൾ അതിൽ സിദ്ധികളെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടഞ്ഞെടുക്കും തോറും ഓരോ സിദ്ധികൾ നമ്മളിലേക്ക് പ്രത്യക്ഷപ്പെടും. ബ്രീത്തിനെ നമ്മൾ കടയും തോറും, നമ്മുടെ ശ്വാസത്തെ നമ്മൾ മനസ്സുപയോഗിച്ച് കടയും തോറും സൂക്ഷ്മതയിലേക്ക് പോവാണ്. അപ്പോൾ ഓരോരോ സിദ്ധികൾ ഉടലെടുക്കും. അതിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് വേണ്ടത് അമൃത കുംഭമാണ്. ഇവിടെ അമൃത കുംഭം എന്താണ്? ബോധത്തിൻ്റെ ഉന്നതമായ തലം, അവസാന തട്ട്. ആ ബോധത്തിൻ്റെ അവസാന തട്ട് എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ക്രീം, ഉള്ളിൽ കുടികൊള്ളുന്ന ആ അമൃത് എന്ന് പറയുന്നത്, കുംഭം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരം, അതിൻ്റെ അമൃത് എന്ന് പറയുന്നത് ആത്മാവാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെയൊക്കെ എടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു ശൂന്യതയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കടച്ചിൽ വന്നിരിക്കുന്നത്. ഓരോരോ കടച്ചിലൂടെ കടന്ന് നമ്മൾ ആത്മാവിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ആ കടലിൻ്റെ ഇടയ്ക്ക് പല ദിവ്യ വസ്തുക്കളും പല സിദ്ധികളും എല്ലാം ഉടലെടുക്കും. അതാണ് ഇവിടെ ഈ പാലാഴി മഥനത്തിൽ ചെന്ന് മഥനം ചെയ്യുമ്പോൾ, സമുദ്രമന്ഥനം ചെയ്യുമ്പോൾ ഓരോരോ ദിവ്യ വസ്തുക്കളും പല സംഭവങ്ങളും ഒക്കെ വരുന്നത് കാണുന്നു, അനുഭവിക്കുന്നു. അവസാനം അമൃതകുംഭം പ്രത്യക്ഷപ്പെടുന്നു. ആ ഒരു തലത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ തത്വത്തിൽ മനസ്സിലാക്കേണ്ടത് ബ്രീത്ത് എന്നത് 18 കവചം കൊണ്ടും പൊതിഞ്ഞു നിൽക്കുകയാണ്.
അതായത് ബ്രഹ്മാണ്ഡമായിട്ട് പൊതിഞ്ഞിക്കാണ് ഒരു വ്യക്തിയുടെ ശ്വാസം, പ്രാണൻ. അതായത് ശ്വാസത്തിൻ്റെ ഉള്ളിലാണ്. ഇതിന് നമ്മൾ കടഞ്ഞാലേ പ്രാണനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കടയൻ എന്തുകൊണ്ടാണ്? മനസ്സ് ഉപയോഗിച്ച്. മനസ്സിലായല്ലോ? അപ്പോൾ കടഞ്ഞ്. അപ്പോൾ ഈ കടച്ചിൽ എന്താണ് ഇവിടെ? നമ്മൾ കയറിട്ട് വലിക്കലോ അല്ലെങ്കിൽ തൈര് കടയലോ അല്ല, ധ്യാനം, മെഡിറ്റേഷനാണ് ഇവിടുത്തെ കടയൽ. മെഡിറ്റേഷനും കൊണ്ട് മനസ്സാകുന്ന പാലാഴിയെ, മെഡിറ്റേഷൻ കൊണ്ട്, ധ്യാനം കൊണ്ട് മനസ്സാവുന്ന പാലാഴിയെ കടഞ്ഞ് ബോധത്തിൻ്റെ ഉന്നതമായ ശൂന്യമായ അവസ്ഥയിലേക്ക് എത്തുക. അപ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ തിരിച്ചറിയുള്ളൂ. അപ്പോഴാണ് പ്രപഞ്ചമെന്ന അമൃതത്തെ തിരിച്ചറിയുള്ളൂ. അതാണ് പാലാഴി മദനം എന്നുള്ള കൺസെപ്റ്റ്. പക്ഷേ ഭൗതിക ഐതിഹ്യത്തികളെ കടന്ന് അതിൻ്റെ തത്വം ഇതാണ്. അപ്പോൾ എന്ത് ഐതിഹ്യം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം ശൂന്യമായ തത്വങ്ങൾ ഉണ്ടാവും, പ്രപഞ്ച തത്വങ്ങൾ. അതാണ് നമ്മുടെ മഹാഭാരത യുദ്ധം, ഗീതോപദേശം, കോടാനുകോടി തത്വങ്ങളാണ് അതിൽ നടന്നിരിക്കുന്നത്. എല്ലാം തന്നെ തത്വങ്ങളാണ്. ആ തത്വങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. എന്നാലാണ് അതിൻ്റെ കൺസെപ്റ്റ് പിടികിട്ടുള്ളൂ. നമുക്ക് ആശ്ചര്യം തോന്നും അല്ലേ? ഗീതോപദേശത്തിൻ്റെ തത്വങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വന്നാൽ ഒരു കൺസെപ്റ്റ് നമ്മുടെ തലയിൽ കയറില്ല അല്ലേ? അതിന് നിറയെ തത്വങ്ങളും വിദ്യകളും അടങ്ങിയിരിക്കുകയാണ്. വിദ്യകൾ കൊണ്ട് സമ്പന്നമാണ് ഗീതോപദേശം. അവിടെ യുദ്ധമല്ല നടന്നേക്കണേ, യുദ്ധം പ്രസക്തിയില്ല അവിടെ. തത്വങ്ങളുടെ ഒരു കടലാണ്, മഹാസമുദ്രമാണ് ഗീതോപദേശം. അതിലെ ഓരോ തത്വങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭൗതിക ലോകത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. കാരണം ബോധവും ഊർജവും രൂപീകരണ സിദ്ധാന്തങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഗീതോപദേശത്തിൻ്റെ ഉന്നതമായ അവസ്ഥാവിശേഷങ്ങൾ. ബോധത്തിൻ്റെ തലങ്ങളാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ പാലാഴി മദനത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അവിടെ ധ്യാനമാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉൾക്കാമ്പ് ഒരു മനുഷ്യൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ള സംഭവങ്ങളാണ് ആ കാണിച്ചിരിക്കുന്നത് പല തട്ടുകളായിട്ട്. അതായത് ഒരു ജീവിയുടെ പാൽ, ഒരു ജീവിയിൽ നിന്ന് വരുന്ന ആ പാലിൽ നിന്ന് നമ്മൾ വെണ്ണയെ കണ്ണടച്ച് വെണ്ണ വരെ ആകുന്നു എന്ന് പറഞ്ഞതുപോലെ ധ്യാനത്തിലേക്ക് കടക്കുന്ന ഒരു വസ്തു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പാലാഴി മനസ്സാവുന്നു. ആ മനസ്സിനെ കടഞ്ഞെടുത്ത് ബോധത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഈ ദിവ്യ വസ്തുക്കളെ കാണലും സിദ്ധികളെ അനുഭവിക്കലും സിദ്ധികൾ നമുക്ക് ലഭിക്കുന്നതും എല്ലാമാണ് ഇതിലെ തത്വങ്ങൾ. ഐതിഹ്യം കഴിഞ്ഞിട്ട് തത്വത്തിലേക്ക് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് ഐതിഹ്യത്തിൻ്റെ വാല്യൂ, തത്വത്തിൻ്റെ വാല്യൂ നമ്മൾ അറിയുള്ളൂ. തത്വം അറിഞ്ഞു കഴിയുമ്പോൾ അത് ഭൗതിക ലോകത്തേക്ക്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് എന്തുമായിട്ട് കണക്റ്റഡാണ്? നേരെ പ്രപഞ്ചവുമായിട്ടാണ് അതിന് കണക്ഷൻ വരുന്നത്. ആ തത്വത്തിലേക്ക് വരുമ്പോൾ പിന്നെ പ്രപഞ്ചമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഐതിഹ്യത്തിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തത്വം അറിയണമെങ്കിൽ ഒരൊറ്റ ടൂളുള്ളൂ, മെഡിറ്റേഷൻ, ധ്യാനം. അപ്പോൾ അത് പ്രാർത്ഥനയല്ല, ധ്യാനം, അതായത് അറിയൽ, അനുഭവിച്ചറിയൽ. ഇതാണ് പാലാഴി മദനത്തിൻ്റെ ഉൾക്കാമ്പെന്ന തത്വം. ഇപ്പോൾ ഈ മഹാകുംഭത്തിൽ നടക്കുന്ന, മഹാകുംഭമേളയിൽ നടക്കുന്നതും ആ തത്വമാണ് കേട്ടോ. ശരി.